നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. ഇന്നത്തെ ജ്യോതിഷ വീഡിയോ മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രങ്ങൾ ഉൾപ്പെട്ട ധനുരാശിക്കാർക്ക് വേണ്ടിയുള്ളതാണ്. 12 രാശികളിൽ വെച്ച് ധനുരാശിക്കാർക്ക് വ്യാഴത്തിന്റെ ഈ വരുന്ന മഹാരാശി മാറ്റം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ധനുരാശിയുടെ അധിപനാണ് ദേവഗുരുവായ വ്യാഴം. നീണ്ട 12 വർഷങ്ങൾക്ക് ശേഷം വ്യാഴം 2026 ജൂൺ 2 ഉച്ചസ്ഥനാകുന്നു. 2026 ഒക്ടോബർ 31 വരെ വ്യാഴം ഉച്ചരാശിയിൽ തുടരും. ഈ രാശിമാറ്റം സംഭവിക്കുന്നത് നിങ്ങളുടെ 8ാം ഭാവത്തിലാണ്. ധനുരാശിക്കാർക്ക് ബൃഹസ്പതിയുടെ അഥവാ വ്യാഴത്തിന്റെ ഈ മഹാമാറ്റം എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് വിശദമായി നോക്കാം. ധനുരാശിയിൽ ജനിച്ചവരുടെ രാശിനാഥൻ വ്യാഴമാണ്. വ്യാഴം ജൂൺ 2 മുതൽ നിങ്ങളുടെ ജാതകത്തിലെ 8ാം ഭാവത്തിലേക്ക് പ്രവേശിക്കും. ജ്യോതിഷത്തിൽ 8ാം ഭാവം എന്നത് രഹസ്യങ്ങൾ നിറഞ്ഞതും വളരെ നിഗൂഢവുമായാണ് കണക്കാക്കപ്പെടുന്നത്. വ്യാഴം ഈ സ്ഥാനത്ത് നിൽക്കുമ്പോൾ ഗ്രഹനിലയിൽ 3 പ്രധാന ഭാവങ്ങളെ സ്വാധീനിക്കുന്നു. വ്യാഴം നിങ്ങളുടെ 8ാം ഭാവത്തിൽ നിന്നെണ്ണുമ്പോൾ 5, 7, 9 എന്നീ സ്ഥാനങ്ങളിലേക്കാണ് വ്യാഴത്തിന്റെ ദൃഷ്ടി പതിയുന്നത്. 8ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം തന്റെ 5ാമത്തെ നോട്ടം ധനുരാശിക്കാരുടെ 12ാം ഭാവത്തിൽ പതിപ്പിക്കുന്നു. ഈ സ്ഥാനം സാധാരണയായി വിദേശയാത്രകളെയും ചിലവുകളെയും സൂചിപ്പിക്കുന്നു. വ്യാഴത്തിന്റെ നേരെ എതിരെയുള്ള 7ാമത്തെ നോട്ടം നിങ്ങളുടെ 2ാം ഭാവത്തിലാണ് വീഴുന്നത്. ഇത് കുടുംബത്തെയും ധനത്തെയും അല്ലെങ്കിൽ സമ്പാദ്യത്തെയും സൂചിപ്പിക്കുന്ന സ്ഥാനമാണ്. വ്യാഴത്തിന്റെ 9ാമത്തെ നോട്ടം എത്തുന്നത് നിങ്ങളുടെ 4ാം ഭാവത്തിലേക്കാണ്. ഇത് വീട്, അമ്മ, വാഹനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. രാശിനാഥൻ തന്നെ 8ാം ഭാവത്തിൽ ഉച്ചസ്ഥനായി അഥവാ ഏറ്റവും ബലവാനായി വരുന്നത് വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. 8ാം ഭാവം ആഴത്തിലുള്ള അറിവിന്റെ സ്ഥാനമായതുകൊണ്ട് തന്നെ ഈ കാലയളവിൽ കാര്യങ്ങളെ വളരെ ആഴത്തിൽ മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് ലഭിക്കും. അതേസമയം ഈ സ്ഥാനം ഗൂഢാലോചനകളുമായും രഹസ്യ നീക്കങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ ജീവിതത്തിൽ പുതിയ തിരിച്ചറിവുകൾ ഉണ്ടാകാനും ഇത് കാരണമാകും. ഇത്തരത്തിൽ വ്യാഴത്തിന്റെ ഈ നിൽപ്പ് നിങ്ങളുടെ സാമ്പത്തികവും കുടുംബപരവും കരിയർ സംബന്ധവുമായ കാര്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. വ്യാഴം 8ാം ഭാവത്തിൽ ഉച്ചസ്ഥനായി നിൽക്കുന്ന ഈ കാലയളവിൽ നിങ്ങളുടെ മനസ്സിനും സ്വഭാവത്തിനും വലിയ മാറ്റങ്ങൾ സംഭവിക്കും. നിങ്ങളൊരു കാര്യത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അത് വെറുതെ ഉപരിപ്ലവമായി മനസ്സിലാക്കുന്നതിന് പകരം അതിന്റെ അർത്ഥം ആഴത്തിൽ ഗ്രഹിക്കാൻ ശ്രമിക്കും. പഠനത്തിലായാലും ജോലിയിലായാലും ഒരു റിസർച്ചർ ചെയ്യുന്നത് പോലെ കാര്യങ്ങളുടെ അടിത്തട്ടിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നിങ്ങൾക്ക് സാധിക്കും. ചില ആളുകൾ മറ്റുള്ളവരെ കാണിക്കാനായി മാത്രം ഭക്തിയോ ആത്മീയതയോ പുറമേ പ്രകടിപ്പിക്കാറുണ്ട്. എന്നാൽ നിങ്ങൾ ഇത്തരം പ്രകടനങ്ങൾക്ക് നിൽക്കാതെ സ്വന്തം ആത്മാവിലേക്ക് നോക്കി ആന്തരികമായ സമാധാനം കണ്ടെത്താൻ ശ്രമിക്കും. ആത്മീയതയെ നിങ്ങൾ കൂടുതൽ ഗൗരവത്തോടെയും സത്യസന്ധതയോടെയും കാണാൻ തുടങ്ങും. മുൻപ് എവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നറിയാതെ നിങ്ങൾ ആശയക്കുഴപ്പത്തിലായിരുന്നിരിക്കാം. എന്നാൽ ഇനി മുതൽ ഏത് കാര്യത്തിലും പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. മനസ്സിനെ നിയന്ത്രിക്കാനും ആവശ്യമില്ലാത്ത ചിന്തകളെ ഒഴിവാക്കി പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ മുഴുകാനും നിങ്ങൾക്ക് കഴിയും. നിങ്ങളുടെ സ്വഭാവത്തിൽ ഈ സമയം വലിയ ശുദ്ധീകരണം നടക്കും. ഞാൻ എവിടെയാണ് തെറ്റ് ചെയ്തത്, ആരോടാണ് ഞാൻ മോശമായി സംസാരിച്ചത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ സ്വയം ചിന്തിക്കുകയും അത്തരം കുറവുകൾ പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. കാര്യങ്ങളെ ആഴത്തിൽ കാണാൻ തുടങ്ങുന്നതോടെ ജീവിതത്തോടുള്ള നിങ്ങളുടെ മനോഭാവം തന്നെ മാറും. മുൻപ് നിസ്സാരമെന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളിലും വലിയ അർത്ഥങ്ങൾ നിങ്ങൾ കണ്ടെത്താൻ തുടങ്ങും. ചുരുക്കത്തിൽ പുറം ലോകത്തെ മാറ്റത്തേക്കാൾ ഉപരിയായി നിങ്ങളെ ഒരു മികച്ച വ്യക്തിയായി മാറ്റുന്ന വലിയൊരു ആന്തരിക പരിവർത്തനമാണ് ഈ സമയം ധനുരാശിക്കാർക്ക് സംഭവിക്കാൻ പോകുന്നത്. വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ധനുരാശിക്കാർക്ക് ഏറ്റവും അനുയോജ്യമായ സമയമാണിത്. വ്യാഴത്തിന്റെ ദൃഷ്ടി നിങ്ങളുടെ 4ാം ഭാവത്തിലും 12ാം ഭാവത്തിലും പതിക്കുന്നുണ്ട്.
4-ാം ഭാവം സ്വന്തം നാടിനെയും 12-ാം ഭാവം വിദേശത്തെയും സൂചിപ്പിക്കുന്നു. ഇവ തമ്മിലുള്ള ബന്ധം വിദേശയാത്രക്കുള്ള തടസ്സങ്ങൾ നീങ്ങാൻ സഹായിക്കും. നിങ്ങളുടെ വ്യക്തിത്വത്തെ സൂചിപ്പിക്കുന്ന 1-ാം ഭാവവും വിദേശ സ്ഥാനമായ 12-ാം ഭാവവും തമ്മിൽ ഈ സമയത്ത് ഒരു പ്രത്യേക ബന്ധം രൂപപ്പെടുന്നുണ്ട്. ഇത് വിദേശകാര്യങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ നൽകും. നിങ്ങൾ ഇപ്പോൾ തന്നെ വിദേശത്ത് താമസിക്കുന്നവരാണെങ്കിൽ ജോലിയിൽ വലിയ മാറ്റങ്ങളോ പ്രമോഷനോ ഈ കാലയളവിൽ പ്രതീക്ഷിക്കാം. അതോടൊപ്പം നിങ്ങളുടെ ശമ്പളത്തിലോ വരുമാനത്തിലോ വലിയ വർധനവുണ്ടാകാനും സാധ്യതയുണ്ട്. നിങ്ങളുടെ സാമ്പത്തിക ജീവിതത്തിലും കുടുംബത്തിലും ചില സവിശേഷമായ മാറ്റങ്ങൾ ഈ സമയത്ത് കാണാൻ സാധിക്കും. വ്യാഴത്തിന് 12-ാം ഭാവത്തിലും അഥവാ ചിലവിന്റെ ഭാവത്തിലും 2-ാം ഭാവത്തിലും അഥവാ ധനസ്ഥാനത്തും ദൃഷ്ടിയുണ്ട്. അതിനാൽ കയ്യിൽ നിന്ന് ധാരാളം പണം ചിലവാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ ചിലവുകൾ നഷ്ടങ്ങളായിരിക്കില്ല, മറിച്ച് വീട് പണിയാനോ സ്വർണം വാങ്ങാനോ വിവാഹം പോലുള്ള മംഗളകരമായ കാര്യങ്ങൾക്കോ വേണ്ടിയുള്ള നല്ല ചിലവുകളായിരിക്കും. പണം ചിലവാകുമെങ്കിലും നിങ്ങളുടെ സമ്പാദ്യം കുറയുകയില്ല. പകരം പുതിയ വരുമാന സ്രോതസ്സുകൾ തുറക്കപ്പെടുകയും നിങ്ങളുടെ ബാങ്ക് ബാലൻസ് വർദ്ധിക്കുകയും ചെയ്യും. കുടുംബസ്ഥാനത്തെ വ്യാഴത്തിന്റെ സ്വാധീനം മൂലം വീട്ടിൽ ഐശ്വര്യം നിറയും. കുട്ടികളുടെ പഠനം, വിജയം എന്നിവയെക്കുറിച്ചോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുടെ കരിയറിലെ സാമ്പത്തിക പുരോഗതിയെക്കുറിച്ചോ ഉള്ള സന്തോഷ വാർത്തകൾ നിങ്ങളെ തേടിയെത്തും. ചുരുക്കത്തിൽ ചിലവുകൾ ഉണ്ടാകുമെങ്കിലും അതിനേക്കാൾ വലിയ നേട്ടങ്ങളും കുടുംബത്തിൽ വലിയ സന്തോഷവും ഈ കാലയളവിൽ നിങ്ങൾക്കുണ്ടാകും. ജൂൺ 2-ന് ശേഷം നിങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിൽ വലിയൊരു മാറ്റം പ്രതീക്ഷിക്കാം. പല്ലുവേദനയോ മോണരോഗങ്ങളോ നിങ്ങളെ അലട്ടിയിരുന്നെങ്കിൽ ആ പ്രശ്നങ്ങളിൽ നിന്ന് വലിയൊരു മോചനം ഈ സമയത്ത് ലഭിക്കും. തൊണ്ടയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ശബ്ദത്തിൽ അനുഭവപ്പെട്ടിരുന്ന തടസ്സങ്ങൾ അല്ലെങ്കിൽ മറ്റ് ഇൻഫെക്ഷനുകൾ എന്നിവ മാറാനും ഈ സമയം സഹായിക്കും. വ്യാഴത്തിന്റെ ദൃഷ്ടി നിങ്ങളുടെ 4-ാം ഭാവത്തിൽ അഥവാ സൗകര്യങ്ങളുടെയും കുടുംബത്തിന്റെയും സ്ഥാനത്ത് പതിക്കുന്നത് ജീവിത നിലവാരം മെച്ചപ്പെടാൻ സഹായിക്കും. ഒരു പുതിയ സ്ഥലമോ വീടോ വാങ്ങാനുള്ള ആഗ്രഹം ഈ സമയത്ത് നടക്കാൻ സാധ്യതയുണ്ട്. അതുമായി ബന്ധപ്പെട്ട കരാറുകൾക്കും ചർച്ചകൾക്കും ഈ കാലയളവ് വളരെ ഗുണകരമാണ്. സ്വന്തമായൊരു വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് സാധിക്കുന്ന സമയമാണിത്. വീട് പെയിന്റ് അടിക്കാനോ അറ്റകുറ്റപ്പണികൾ നടത്തി ഭംഗിയാക്കാനോ അല്ലെങ്കിൽ പകുതി വഴിയിൽ നിലച്ചുപോയ വീട് പണി പൂർത്തിയാക്കാനോ നിങ്ങൾക്ക് സാധിക്കും. അമ്മയുടെ ആരോഗ്യത്തിലും സന്തോഷത്തിലും ഈ സമയം വലിയ പുരോഗതിയുണ്ടാകും. അമ്മയെ ഏറെ കാലമായി ബുദ്ധിമുട്ടിച്ചിരുന്ന നടുവേദന, സന്ധിവേദന തുടങ്ങിയ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഈ സമയത്ത് കുറയും. അമ്മയെ സംബന്ധിച്ചോ അമ്മ വഴിയോ ഉള്ള നല്ല വാർത്തകൾ നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം കൊണ്ടുവരും. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വഭാവത്തിലും പ്രവൃത്തികളിലും വലിയൊരു ശുദ്ധീകരണം നടക്കുന്ന സമയമാണിത്. 8-ാം ഭാവം നിങ്ങളുടെ ഉള്ളിലെ കുറവുകളെ നീക്കം ചെയ്ത് നിങ്ങളെ പൂർണ്ണമായും ശുദ്ധീകരിക്കുന്ന സമയമാണിത്. മുൻപ് എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് തെറ്റുപറ്റിയതെന്നും എപ്പോഴൊക്കെയാണ് സംസാരത്തിൽ പിഴവുകൾ സംഭവിച്ചതെന്നും നിങ്ങൾ സ്വയം വിലയിരുത്തും. ഇത്തരത്തിൽ നിങ്ങളുടെ കഴിഞ്ഞകാല പ്രവൃത്തികളെ കുറിച്ച് ചിന്തിക്കുന്നത് വഴി തെറ്റുകൾ തിരുത്തി സ്വയം മെച്ചപ്പെടാൻ ഈ കാലയളവ് നിങ്ങളെ സഹായിക്കും. ജീവിതത്തിന്റെ മറ്റ് മേഖലകളേക്കാൾ ഉപരിയായി നിങ്ങളുടെ കരിയറിലായിരിക്കും ഈ സമയം ഏറ്റവും വലിയ മാറ്റങ്ങൾ പ്രകടമാവുക. ജോലിയിൽ ഒരിടത്ത് തന്നെ കുടുങ്ങിക്കിടക്കുകയാണെന്നോ അല്ലെങ്കിൽ അർഹിച്ച പുരോഗതി ലഭിക്കുന്നില്ലെന്നോ തോന്നിയിരുന്നവർക്ക് ഈ കാലയളവിൽ വലിയ മുന്നേറ്റം നടത്താൻ സാധിക്കും. നിങ്ങളുടെ സംസാര ശൈലിയിൽ വരുന്ന മാറ്റങ്ങൾ ഔദ്യോഗിക കാര്യങ്ങൾ മെച്ചപ്പെടാൻ സഹായിക്കും. ഈ സമയത്ത് നിങ്ങൾ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. മനസ്സിലുള്ള കാര്യങ്ങൾ പുറത്തു പറയാതെ മിണ്ടാതിരുന്നാൽ യാതൊരു മാറ്റവും സംഭവിക്കില്ല എന്ന് തിരിച്ചറിയുക. കാര്യങ്ങൾ വ്യക്തമായി അവതരിപ്പിക്കുന്നതിലൂടെ മാത്രമേ നിങ്ങൾക്ക് ആഗ്രഹിച്ച മാറ്റങ്ങളും പുരോഗതിയും കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. ചുരുക്കത്തിൽ പഴയ തെറ്റുകൾ തിരുത്തിക്കൊണ്ടും ആശയവിനിമയത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടും നിങ്ങളുടെ ഔദ്യോഗിക ജീവിതം പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ ഈ സമയം നിങ്ങളെ സഹായിക്കുന്നു.
ജ്യോതിഷപരമായ മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കാനും മനസ്സിന് കൂടുതൽ കരുത്ത് ലഭിക്കാനും ഇനി പറയുന്ന കാര്യങ്ങൾ ശീലമാക്കാവുന്നതാണ്. ദിവസവും വിഷ്ണു സഹസ്രനാമം ജപിക്കുകയോ അല്ലെങ്കിൽ അത് ഭക്തിപൂർവം കേൾക്കുകയോ ചെയ്യുന്നത് വളരെ നല്ലതാണ്. നിങ്ങളുടെ ജാതകത്തിലെ ബുധൻ, വ്യാഴം എന്നീ ഗ്രഹങ്ങളുടെ സ്വാധീനം ഗുണകരമായി മാറാൻ ഇത് സഹായിക്കും. തടസ്സങ്ങൾ നീങ്ങുന്നതിനും സംരക്ഷണം ലഭിക്കുന്നതിനുമായി ദിവസവും ഹനുമാനെ ഭജിക്കുന്നത് ശീലമാക്കുക. ഇത് മനസ്സിന് ധൈര്യവും പോസിറ്റീവ് ഊർജവും നൽകും. ഏറ്റവും ലളിതവും എന്നാൽ ശക്തവുമായ ഓം നമഃശിവായ എന്ന മന്ത്രം ദിവസവും ജപിക്കുക. ഇത് മാനസികമായ ശാന്തി ലഭിക്കാനും ഏകാഗ്രത വർദ്ധിപ്പിക്കാനും സഹായിക്കും. ഈ കാര്യങ്ങൾ ഭക്തിയോടെയും വിശ്വാസത്തോടെയും ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കും. ധനുരാശിക്കാർക്കായുള്ള ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ ജ്യോതിഷ അറിവുകൾക്കായി ഫലദീപിക സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. ഹരി ഓം.